ഹായ് കൂട്ടുകാരെ, നമുക്കൊരു നല്ലൊരു മീൻ മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് ഉലുവ പൊട്ടിക്കുന്നു. ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഒനിയൻ, ടൊമാറ്റോ, കറിവേപ്പില എന്നിവ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു ഹാഫ് ടീസ്പൂൺ അത്രയും ഇട്ടേച്ച് നമ്മൾ വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ഒരു ഇച്ചിരി കോൺസ്റ്റാർച്ച് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല തിക്ക് തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല, അതൊഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം നമ്മൾ കോൺസ്റ്റാർച്ച് ഒഴിക്കുക. അതുപോലെ തന്നെ പുളി, നമ്മളെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ കഴുകി വെച്ച കുടംപുളി ഇടുക. കുടംപുളി ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക. അതിന് ശേഷം നമ്മൾ മാങ്ങ, അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഇടുക. പിന്നെ നമ്മൾ മീൻ നന്നായിട്ട് കഴുകി ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകണേ നന്നായിട്ട്. നോൺ വെജ് എല്ലാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് മീനും ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പുളി ഇറങ്ങി എന്ന് തോന്നുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് സംഭവം ടൈറ്റ് ചെയ്യണം. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളപ്പിച്ച് ടൈറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ നല്ലൊരു താളിപ്പ്, അതായത് നമ്മുടെ നാടൻ സ്റ്റൈലിൽ കടുകും ചുവന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ റെഡ് ചില്ലിയും എല്ലാം കൂടെ ഇട്ട് നല്ലൊരു കുറച്ച് മുളക് പൊടി മൂപ്പിച്ച് നന്നായിട്ടൊന്ന് താളിച്ച് നമ്മൾ സംഭവം സെറ്റാക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴിക്കാം. നമുക്കൊരു നല്ലൊരു പാത്രത്തിലേക്ക് വിളമ്പി, ഞാനിവിടെ വിളമ്പിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുള്ളേ. അപ്പം നിങ്ങളത് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.